ഓഫീസിലും നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു എൻ്റെ അടുത്ത് നെക്ടറൊന്നും കിട്ടില്ല. ഹരേ കൃഷ്ണ. പക്ഷെ ഒരു കാര്യം പ്രഭുപാദ് ചെയ്ത, പ്രഭുപാദ് ഭഗവാനെ കുറിച്ച് കേൾവി പോലും ഇല്ലാത്ത സ്ഥലത്ത് വരത്തെ ഭഗവാന്റെ നാമം എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് രാധാനാഥ മഹാരാജിൻ്റെ അനുഭവത്തിൽ ഞാൻ വായിച്ചത്, ബുക്കിൽ വായിച്ച സംഭവം. അദ്ദേഹം പല സ്ഥലത്ത് 19ാമത്തെ വയസ്സുകൊണ്ട് ഒരു ഗുരുവിനെ തേടി നടന്നു തുടങ്ങിയതാണ്. എവിടെയും കിട്ടിയിട്ടില്ല. അവസാനം ഗംഗാ സ്നാനം ചെയ്തപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ടിരുന്നു പറയുന്നു. പിന്നെ കൽക്കട്ടയിൽ വന്നിട്ട് ബോംബെയിലേക്ക് പോകുന്ന യാത്രയിൽ അദ്ദേഹം ഒരു നീല നിറമുള്ള ഒരാൾ ഓടക്കടലും പിടിച്ച് നിൽക്കുന്ന കാണുന്നുണ്ട്. ആരാണെന്നറിയില്ല. ഭഗവാനെക്കുറിച്ച് അറിയ പോലുമില്ല, ഒട്ടും ഒന്നും അറിയില്ല ഭഗവാനെക്കുറിച്ച്. അങ്ങനെ ചെയ്താണ് അവസാനം ബോംബെയിൽ ചെല്ലുന്നത്. ബോംബെയിൽ എല്ലാം കണ്ട് നടക്കുന്ന സമയത്ത് ആണ് ഒരു പന്തൽ മഹോത്സവം കാണാനിടയാവുന്നത്. ഇത് ബുക്കിൽ വായിച്ചതാണ്. അങ്ങനെ അവിടെ പന്തൽ മഹോത്സവം നടക്കുമ്പോഴത്തെ അവിടെ എല്ലാവരും കീർത്തനം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം തിക്കിക്കൂടി ഏറ്റവും ബാക്കിൽ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ് മഹാരാജ്. അപ്പോൾ അവിടുന്ന് പ്രഭുപാദിന് വരുന്ന വരവൊക്കെ ഇദ്ദേഹം അതിൽ മഹാരാജിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഭംഗിയായി നടന്നു വന്ന് ഇരുന്ന് വ്യാസാസത്തിൽ ഇരുന്നിട്ട്, അപ്പോൾ അവിടുന്ന് ഗുരുദാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ്റെ അടുത്ത് ചെവിയിൽ പറഞ്ഞു, ഏതെങ്കിലും ഡിവോട്ടീസിനെ വേണമെന്ന് പറഞ്ഞു. കുറേ ആൾക്കാരെ അന്വേഷിച്ച് കിട്ടിയില്ല. അവസാനം അദ്ദേഹം നടന്നു വന്ന് രാധാകൃഷ്ണൻ പറഞ്ഞ് ഫുള്ള് ഇത് താടിയും മുടിയൊക്കെ നീട്ടിയിട്ട് ശരിക്കും ഡ്രസ്സ് അലക്കി എന്താ പുഴവെള്ളത്തിൽ കുളിച്ചിട്ട് അലക്കിയെടുത്ത ഡ്രസ്സ് അതേ കളറാണെന്ന് പറയണം ആ ഡ്രസ്സിനൊക്കെ. ഇദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു. നേരെ അത് അറിയ പോലുമില്ല, ഈ സംഘടനയെ പറ്റി അറിയില്ല, ഭഗവാനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ പ്രഭുപാദിന് മനസ്സിലായി ആ ആത്മാവ്. ഇപ്പം നമ്മൾക്ക് ദീക്ഷ കിട്ടുന്ന ശരിക്കും നമ്മളുടെ യോഗ്യതയല്ല, ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഗുരുവിന് തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവ് കൊണ്ടിട്ടാണ് നമുക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ യോഗ്യത? നമുക്ക് എന്തെങ്കിലും യോഗ്യത ദീക്ഷ കിട്ടാൻ? ഗുരു നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ തിരിച്ചറിയും. അതേപോലെ തന്നെ പ്രഭുപാദിന് ഓൺ ദ സൈറ്റിൽ മനസ്സിലായി ഇദ്ദേഹം ഭാവിയിൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അതേ ഗുരുദാസ് ഞാൻ ഭക്തൻ വന്ന് ഇദ്ദേഹത്തെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തി. പ്രഭുപാദ് കൂടെ അത്രയും വലിയ 25,000 ആൾക്കാർ വന്നിരിക്കുന്ന പന്തൽ പരിപാടിയാണ്. കൊണ്ടിരുത്തി അത് കീർത്തനമൊക്കെ ചെയ്ത്, കീർത്തന ഹരേ കൃഷ്ണ മന്ത്രം പ്രഭുപാദ് തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ മന്ത്രം കേട്ടിട്ടുള്ള സംഭവം, ഗംഗാസ്നാനം ചെയ്ത് കേട്ടിട്ടുള്ള സംഭവം. പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ഒരു യാത്രയാണ്. അങ്ങനെയാണ് ശരിക്കും രാധാനാഥ മഹാരാജിൻ്റെ തുടക്കം. അപ്പോൾ ഭഗവാനെക്കുറിച്ച് കേട്ടുകേഴ്പോലും ഇല്ലാത്ത ആള് ഭക്തിയിലേക്ക് വരിക. അതെന്തുകൊണ്ടാണ്? പ്രഭുപാദിൻ്റെ കൃപ കൊണ്ടിട്ട് മാത്രമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ രാധാനാഥ മഹാരാജ് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഏത് സന്യാസിയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ, അത് ഏതൊരു ഭക്തനാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമ്മളോട് പറയുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം ആചരിക്കുന്ന ആൾക്കാരായിരിക്കണം, ഇല്ലേ? സ്വയം ആചരിക്കാതെ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് പോവില്ല, ഒരാളുടെ ഹൃദയത്തിലേക്ക് പോവില്ല. സ്വയം നമ്മൾ ആചരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പോകും. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ശ്രമിക്കണം. പിന്നെ വേറെ എന്തോ പറയാനുണ്ടായിരുന്നു. ഇല്ല, മറന്നു. എന്തായാലും എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ എല്ലാവരും പറഞ്ഞാൽ ഹ്യൂമിലിറ്റി. നമ്മളൊരിക്കലും മഹാരാജിൻ്റെ ഇദ്ദേഹം ഒന്നും പറഞ്ഞു വേണം, അറിയാതെ പറഞ്ഞു വേണം, നമ്മുടെ ഗുരുമഹാരാജിനെ പറഞ്ഞു നമ്മൾ അത്രയും പരിചയമില്ലാത്തതുകൊണ്ടാണ്. മഹാരാജിൻ്റെ ഹ്യൂമിലിറ്റി, അതാ എന്താ പറയുക, വിനയം ഒരിക്കലും അഭിനയമല്ല, അല്ലേ? നമ്മൾ വിനയം നമ്മൾ അഭിനയിച്ച് കാണിക്കല്ല, നമ്മൾ ശരിക്കും പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അത് മഹാരാജിൻ്റെ നടത്തവും ശരിക്കും ഇങ്ങനെയാണ് നിൽക്കണം. ഒരാൾ പോലും ഇങ്ങനെ പോലും നിൽക്കില്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് വിനയത്തിൽ, അത്രയ്ക്ക് എല്ലാവരുടെ അടിമ ആയിട്ട് നിൽക്കണം ശരിക്കും. കാര്യം എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് വിനയം, അതാ പറഞ്ഞാൽ അഭിനയമല്ല, ശരിക്കും വിനയം. മറ്റുള്ള എത്ര വലിയ ആളാണെങ്കിൽ പോലും എത്ര ചെറിയ ആളാണെങ്കിൽ ഒരേപോലെ കാണാനുള്ളൊരു മനസ്സ് മഹാരാജ് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രഭുപാദ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇദ്ദേഹത്തിന് ഭക്തി ചെയ്യാൻ പറ്റുന്നത് ഇദ്ദേഹത്തിന്. അപ്പം മഹാരാജിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഭഗവാന്റെ സേവ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു.